ഹലോ എവരി വൺ. ഇന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 2 ആയ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റിലെ യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3യുടെ ടൈറ്റിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഗ്രൂപ്പ് ഡിസ്കഷനെ നമ്മൾ GD എന്നും പറയാറുണ്ട്. അതിന്റെ സബ് ടോപ്പിക്സ് ആയിട്ട് GDs at interviews and GDs in general, functional differences, essentials of a group discussion, what to say and how to say it, group communication skill, subtopic ആയിട്ട് overcome differences in communication style, acknowledge differences in gender and culture, effective involvement, maintaining roles in a group processing and assessment. പിന്നെ മീറ്റിംഗ്സിന്റെ സബ് ടോപ്പിക് ആയിട്ട് അജണ്ട ഓഫ് എ മീറ്റിംഗ്, പ്രിപ്പയറിംഗ് ഫോർ എ മീറ്റിംഗ്, പിന്നെ റീഡിംഗ്, റോൾ ഓഫ് പാർട്ടിസിപ്പൻസ്, ലാസ്റ്റ് വൊക്കാബുലറി. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റി മീറ്റിംഗ്സിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പം ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, പിന്നെ നമ്മുടെ റോൾസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, പിന്നെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നാൽ എന്ത്, പിന്നെ ഗ്രൂപ്പ് പ്രോസസ്സിംഗ് ആൻഡ് അസസ്മെന്റ്, അതായത് ലാസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണമല്ലോ, അതെങ്ങനെയാണ്. പിന്നെ നമ്മൾ മീറ്റിംഗ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മീറ്റിംഗ്സിന്റെ അജണ്ട എന്താണ്, പിന്നെ ഒരു മീറ്റിംഗിന് എങ്ങനെ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ഗ്രൂപ്പ് ഡിസ്കഷനിൽ തുടങ്ങി. ഇപ്പം നമുക്കറിയാം നമ്മൾ പല ടോപ്പിക്സുമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചാറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചിലപ്പോ ഒരു കോഴ്സിന്റെ പ്രോസ്പെക്ട്സിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിലിമിനെ പറ്റി ആയിട്ടായിരിക്കാം, അല്ലെ ബുക്കിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ നെഗറ്റീവും പോസിറ്റീവ്സും ആയിരിക്കാം. അങ്ങനെ പല ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പം തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഐഡിയാസും ഒപ്പീനിയൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഒപ്പീനിയൻസ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് വഴി നമ്മുടെ വ്യൂസ് അവരിലേക്ക് എത്തിക്കാനും അവരുടെ വ്യൂസ് നമുക്ക് അറിയാനും ഒക്കെ സാധിക്കും. അങ്ങനെ ഇൻ ജനറൽ നമുക്ക് ഒത്തിരി ഐഡിയാസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നതിൽ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഫോർമൽ കോണ്ടെക്സ്റ്റ് ആകും. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. When the conversation is intended to serve an objective in an organized manner, it transcends being a mere chat and is called a group discussion. അപ്പം ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് മാനറിൽ, ഒരു ഗ്രൂപ്പ് കോൺവെർസേഷൻ ഒരു ഓർഗനൈസ്ഡ് മാനറിലേക്ക് മാറുകയും ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് അല്ലെ ആ ഒരു ഗ്രൂപ്പ് കോൺവെർസേഷൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയി മാറുന്നത്. അതായത് അങ്ങനെ ഒരു കോമൺ ഒരു ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അത് സാധാരണ ഒരു ചാറ്റിൽ നിന്ന് മാറി അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയി മാറും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ തന്നെ പല ഗ്രൂപ്പ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ഒക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ നടക്കുന്നത്. പിന്നെ എന്താണ്, ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ പ്രൊസീജിയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം ഒരു ജോബ് ഇന്റർവ്യൂസിന് ചെന്നാൽ അവിടെ യൂഷ്വലി റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും. അതും കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ ഇന്റർവ്യൂവിന് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, അതായത് MBA പോലുള്ള എക്സാംസിനും CAT ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റർവ്യൂ കാണും, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും. ഇതെല്ലാം വിലയിരുത്തിയിട്ടായിരിക്കും നമുക്ക് കോളേജ് അലോട്ട് ചെയ്ത് തരുന്നത്. പിന്നെ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ ഇന്റർവ്യൂവേഴ്സും എക്സാമിനേഴ്സും ഒക്കെ എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റിന്റെ കേപ്പബിലിറ്റി ആണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു മെമ്പർ, ഒരു ടീമിന്റെ മെമ്പർ എന്ന നിലയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാൻഡിഡേറ്റിന്റെ കേപ്പബിലിറ്റി ആണ് ഈ ഒരു ഇന്റർവ്യൂവറും എക്സാമിനറും ഒക്കെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ ഒരു കാൻഡിഡേറ്റിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം പോയിന്റ്സ് ആണ് അവര് നോക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോളജ് ആൻഡ് അവയർനെസ് അബൌട്ട് എ ടോപ്പിക്. ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ
എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് ആ കാൻഡിഡേറ്റിനുള്ള നോളജും അവയർനെസ്സും എന്താണെന്ന് ഇന്റർവ്യൂവർ അല്ലെങ്കിൽ എക്സാമിനർ നോക്കും. പിന്നെ ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ആ കാൻഡിഡേറ്റിന്റെ ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ എബിലിറ്റി ടു വർക്ക് ആസ് എ മെമ്പർ ഓഫ് എ ടീം, ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു മെമ്പർ എന്ന നിലയിൽ എങ്ങനെ അവര് നിൽക്കുന്നു എന്നുള്ളത് വിലയിരുത്തും. പിന്നെ എബിലിറ്റി ടു ലീഡ് എ ടീം എസ്പെഷ്യലി ആസ് ആൻ ഒപ്പീനിയൻ ലീഡർ. ഓക്കെ, ആ ഒരു ടീമിനെ ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞ് ആ ഒരു ടീമിനെ ലീഡ് ചെയ്ത് പോകാൻ ആ കാൻഡിഡേറ്റിന് പറ്റുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ കോൺഫറൻസിങ് സ്കിൽസ്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പീനിയൻസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു സ്കിൽ ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് ഒരു കാൻഡിഡേറ്റിൽ ഒരു ഇന്റർവ്യൂവർ അല്ലെങ്കിൽ എക്സാമിനർ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ നോക്കുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ ആണ് നമുക്ക് ചില കാര്യങ്ങൾ വേണം. ഒന്നാമത്താണ് ഗുഡ് ലിസണിങ് സ്കിൽ, അതായത് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യുക മാത്രമല്ല, ബാക്കിയുള്ളവർ പറയുന്നത് നല്ല രീതിയിൽ കേട്ടിരിക്കാനുള്ള ഒരു സ്കില്ലും നമുക്ക് വേണം. പിന്നെ അപ്രോച്ച് ടു കോൺട്രിബ്യൂട്ട് ഐഡിയാസ്, പിന്നെ ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഐഡിയാസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് കാണിക്കണം. പിന്നെ ഷോ എ പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്, അതായത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും എന്താണ് റെസ്പെക്ട് ചെയ്ത് ഒരു ഒന്നിച്ച് പോകുന്ന രീതി, അതായത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കാതെ പോസിറ്റീവായിട്ട് പരസ്പരം തമ്മിലുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്ത് പോകാൻ പറ്റണം. പിന്നെ എന്താണ് നമ്മുടെ തോട്ട്സും ഒപ്പീനിയൻസും ഒക്കെ മീനിങ് ഫുൾ വേയിൽ കൺവേ ചെയ്യണം. അതുപോലെ തന്നെ ഒരു മെമ്പർ, അതുപോലെ തന്നെ ആ ഒരു ടീമിലെ മെമ്പർ എന്ന നിലയിലും നമ്മൾ നമ്മുടെ നമ്മുടെ തോട്ട്സും ഒപ്പീനിയൻസും കൺവേ ചെയ്യണം. അതായത് നമ്മൾ നമ്മുടെ തോട്ട്സും ഒപ്പീനിയൻസും മീനിങ് ഫുൾ വേയിൽ കൺവേ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു ടീമിന്റെ മെമ്പർ എന്ന നിലയിലും നമ്മൾ കൺവേ ചെയ്യണം. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒത്തിരി പേർപ്പസസ് ഫുൾഫിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ്, അതായത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ നമുക്ക് എന്തെല്ലാം പേർപ്പസസ് ഫുൾഫിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു പോയിന്റ്സ് വായിച്ചാൽ മനസ്സിലാകും. ജനറേറ്റ് ഐഡിയാസ്, ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സമ്മറൈസ് ചെയ്യാം, ഈ ഒരു എല്ലാവരുടെയും ഒപ്പീനിയൻസ് ശേഖരിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. അസസ് ലെവൽസ് ഓഫ് സ്കിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓരോ മെമ്പേഴ്സിന്റെയും സ്കില്ലും അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കും. പിന്നെ റീ എക്സാമിൻ ഐഡിയാസ് പ്രസന്റഡ് ഏർലിയർ, ഓക്കെ, നേരത്തെ പ്രസന്റ് ചെയ്ത ഐഡിയാസ് ഒക്കെ ഒന്നുകൂടെ റീ എക്സാമിൻ ചെയ്ത് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് നോക്കാം. പിന്നെ റിവ്യൂ എ സിറ്റുവേഷൻ, ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് ചിന്തിക്കാം. പിന്നെ പ്രോസസ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് എ സെഷൻ, ഓക്കെ, ആ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം നമ്മൾ പഠിച്ചു എന്നുള്ളത് പ്രോസസ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് തിയറീസ്, ഇഷ്യൂസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻസ്, പല കാര്യങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും പറ്റും. ബ്രെയിൻ സ്റ്റോം ആപ്ലിക്കേഷൻസ് ഓഫ് തിയറി ടു ലൈഫ്, ഓക്കെ, പെട്ടെന്ന് ഐഡിയാസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ എന്താ ലൈഫിന്റെ മീൻസ് അല്ലെ നമ്മുടെ ആ ഒരു എന്ത് ഇഷ്യൂ ആണോ അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അപ്പൊ ഇത്രയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ എന്താ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടക്കുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒരു ഡെഫിനിഷൻ പോലെ ഇവിടെ തന്നേക്കുന്നത് നോക്കണം. അപ്പം സാധാരണ ഒരു ചാറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടി ഓർഗനൈസ്ഡ് മാറ്ററിൽ കോൺവെർസേഷൻ നടക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഒരു ടീമിലുള്ള ഒരു ആൾക്കാർ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ തന്നെയുള്ള പല ടീംസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ജോബ് ഇന്റർവ്യൂസിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുക. കാരണം ഒരു കാൻഡിഡേറ്റിന്റെ എബിലിറ്റി, ഒരു ടീമിലെ മെമ്പർ എന്ന നിലയിൽ ഒരു കാൻഡിഡേറ്റിന്റെ എബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു കാൻഡിഡേറ്റിൽ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ എക്സാമിനർ നോക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇത് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർപ്പസസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ പേർപ്പസസ് ആണെന്നുള്ളതാണ് ഇത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3.2 ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. ഇനി വരുന്ന ഓരോ സെക്ഷൻസിലും ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ്. ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും.
അപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GD സെറ്റ് ഇന്റർവ്യൂസ് ആൻഡ് GDs ഇൻ ജനറൽ ഫങ്ഷണൽ ഡിഫറൻസസ്. ഓക്കെ, അപ്പം ജനറൽ ആയിട്ട് നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂസിൽ നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷനും തമ്മിലുള്ള ഫങ്ഷണൽ ഡിഫറൻസസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ജനറൽ GD എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ക്ലാസ് റൂമിൽ നടത്തുന്ന GD അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നടത്തുന്ന ഒരു GD-നെയാണ്. അതായത് ഓർഗനൈസേഷനിലോ അല്ലെ ഒരു ക്ലാസ് റൂമിലോ നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷനെയാണ് GDs ഇൻ ജനറൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അവിടുത്തെ GDസിന് ഒരു പ്രത്യേകതയുണ്ട്. തമ്മിൽ എല്ലാ മെമ്പേഴ്സിനും അറിയാം. മീൻസ് എന്താ, പെട്ടെന്നൊന്നും വരുമല്ലോ, പെട്ടെന്നായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നത്. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇന്റർവ്യൂസിലെ GD എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്റർവ്യൂസിലുള്ള GDയും അതുപോലെ തന്നെ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് GD നടത്താറുണ്ട്. ഓരോ കോളേജ് ഒക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു GD-നെയാണ് GD സെറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫങ്ഷണൽ ഡിഫറൻസസ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പം GDs ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിനെ പറ്റി തിങ്കിങ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓർഗനൈസേഷൻ അല്ലെ ക്ലാസ് റൂമിൽ GDs നടക്കുന്നത്. അപ്പം GDs ഇൻ ആൻ ഓർഗനൈസേഷൻ ഓർ ക്ലാസ് റൂമിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി തിങ്കിങ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേ സമയത്ത് ഇന്റർവ്യൂസിലുള്ള GD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ്, the role of an observer may be maintained by a member within the group. In a class discussion, the instructor also observes group interaction and gives feedback. അപ്പം നമുക്കറിയാം ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒബ്സർവർ എന്ന് പറഞ്ഞൊരു റോൾ ഉണ്ട്. അതായത് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആളാണ് ഈ ഒബ്സർവർ. അപ്പം ഒരു ഓർഗനൈസേഷൻ അല്ലെ ക്ലാസ് റൂമിൽ, അതായത് ജനറൽ ആയിട്ട് നടത്തുന്ന GDസിൽ ഒബ്സർവറിന്റെ റോൾ എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ മെമ്പർ തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതായത് ഗ്രൂപ്പിലെ മെമ്പർ ആയിരിക്കും റോൾ ഓഫ് ഒബ്സർവർ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അതായത് ക്ലാസ് ഡിസ്കഷൻ ആണെങ്കിൽ ചിലപ്പം ടീച്ചർ ആയിരിക്കും ഒബ്സർവറിന്റെ റോള് സെർവ് ചെയ്യുന്നത്. അതായത് ടീച്ചർ അത് അനലൈസ് ചെയ്യും, എന്നിട്ട് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. അതേ സമയത്ത് ഈ ഇന്റർവ്യൂസിലുള്ള GDയിൽ ഇന്റർവ്യൂവേഴ്സ് ആണ്, അതായത് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അല്ല, പുറത്ത് നിൽക്കുന്ന ഒരാളാണ് റോൾ ഓഫ് ഒബ്സർവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. മാത്രമല്ല കാൻഡിഡേറ്റിന് ഫീഡ്ബാക്ക് ഒന്നും അങ്ങനെ കൊടുത്തോണ്ടിരിക്കത്തില്ല. ജനറൽ GDസിൽ ഒബ്സർവർ നോക്കിയിട്ട് ഫീഡ്ബാക്സ് കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിയുമ്പോൾ. പക്ഷെ ഇന്റർവ്യൂസിലുള്ള GDയിൽ എന്താണ്, ഒബ്സർവർ എന്ന് പറയുന്നത് ഇന്റർവ്യൂവർ ആയിരിക്കും, പക്ഷെ അവർ ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇന്റർവ്യൂവിന്റെ റിസൾട്ട് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു ജനറൽ ആയിട്ട് നടത്തുന്ന GDസിൽ ടീം ക്യാപ്റ്റൻ, ഇപ്പൊ GDസിൽ വരുന്ന പല റോളാണ് ടീം ക്യാപ്റ്റൻ, റെക്കോർഡർ, എൻകറേജർ, റിഫ്ലക്ടർ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസൈഡ് ചെയ്യും. അത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം. അതേ സമയത്ത് ഇന്റർവ്യൂസിലുള്ള GDയിൽ ഈ റോൾസ് ഒന്നും നേരത്തെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഓരോ കാൻഡിഡേറ്റിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അവർ വരുന്ന ഓരോ റോൾസും തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ്, ദ ടോപ്പിക് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ടു ദ ഗ്രൂപ്പ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓർ ദ ഇൻസ്ട്രക്ടേഴ്സ് റിക്വയർമെന്റ് ഇൻ എ ക്ലാസ് റൂം. അപ്പം ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഓർഗനൈസേഷനിൽ നടത്തുന്ന GD ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ വർക്കും റെസ്പോൺസിബിലിറ്റിയും ഇൻട്രസ്റ്റ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അതേ സമയത്ത് ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ എന്താണ്, ആ ഇൻസ്ട്രക്ടറിന് വേണ്ട രീതിയിലുള്ള ഒരു ടോപ്പിക്, അതായത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതേ സമയത്ത് ഇന്റർവ്യൂവിലുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കും അവിടെ എടുക്കുന്നത്. അതായത് എക്സാമ്പിൾ ഇപ്പൊ കറന്റ് അഫയേഴ്സിനെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ പറയുന്നത്. അല്ലാതെ ആ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ഇപ്പം ആ ഒരു കമ്പനിയെ റിലേറ്റ് ചെയ്ത ടോപ്പിക്കോ അങ്ങനെയൊന്നും ആയിരിക്കില്ല എടുക്കുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ അല്ലെ ക്ലാസ് റൂമിൽ നടത്തുന്ന GDയിലെ എല്ലാ മെമ്പേഴ്സിനും തമ്മിൽ അറിയായിരിക്കും. കാരണം അവർ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. അവർക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ആദ്യം തന്നെ GD തുടങ്ങാം. അതേ സമയത്ത് ഇവിടെ ഈ ഇന്റർവ്യൂസിലുള്ള GDയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സും അവരെ തന്നെ അവർ സംസാരിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. കാരണം തമ്മിൽ അറിയാത്ത കുറെ പേരായിരിക്കും ഇന്റർവ്യൂവിലുള്ള ഒരു GDയിൽ വന്നിരിക്കുന്നത്. അപ്പം അവര്
സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവര് ഫസ്റ്റ് അവരെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മളാണെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക്, അതായത് ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഒരു GD പങ്കെടുക്കുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്റെ അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നിട്ട് നമ്മളും പേര് റെഫർ ചെയ്ത് മീൻസ് അവരുടെ പേര് റെഫർ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ഇന്റർവ്യൂവേഴ്സിന് മനസ്സിലാകും, ഓക്കെ നമ്മൾ കെയർഫുൾ ആയിട്ടെല്ലാം ലിസൺ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഇന്റർവ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ജനറൽ GDയും ഇന്റർവ്യൂസിലുള്ള GDയും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, GDs ഇൻ ജനറൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റി തിങ്കിങ് ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നടത്തുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ഓഫ് ഒബ്സർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിലെ മെമ്പർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവർ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഓരോ റോൾസ്, അതായത് ടീം ക്യാപ്റ്റൻ, റെക്കോർഡർ, എൻകറേജർ, റിഫ്ലക്ടർ, ഇങ്ങനത്തെ ഓരോ റോൾസും നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അവർ ഓരോ റോള് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം റിക്വയർമെന്റ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിനെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനറൽ ടോപ്പിക് ആയിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള ജനറൽ ടോപ്പിക് ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും മെമ്പേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും തമ്മിൽ അറിയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സും സംസാരിക്കുന്നതിന് മുമ്പ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ പേര് റെഫർ ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവേഴ്സിന് നമ്മുടെ ലിസണിങ് സ്കില്ല് അളക്കാനും പറ്റും. അപ്പം ഇതാണ് ഫങ്ഷണൽ ഡിഫറൻസസ്. ഇനി എസെൻഷ്യൽസ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. നമുക്കറിയാം, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിന്റെ ഒരു കാൻഡിഡേറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അവരുടെ ബിഹേവിയറൽ കോമ്പറ്റൻസീസും പിന്നെ ജനറൽ സ്കിൽസും എല്ലാം നമുക്ക് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതായത് ഗ്രൂപ്പ് ഡിസ്കഷന് പല പല കണ്ടീഷൻസ് കാണും. അതായത് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടി. അതേ സമയത്ത് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ സക്സസ്ഫുൾ പാർട്ടിസിപ്പന്റ് ആകാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ദർ ഇസ് ഓൺലി വൺ ടോപ്പിക് ഫോർ ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ എപ്പോഴും ഒരു ടോപ്പിക്കേ കാണത്തുള്ളൂ ഡിസ്കഷൻ, അല്ലാതെ പല ടോപ്പിക് ആയിരിക്കത്തില്ല ഗ്രൂപ്പ് ഡിസ്കഷന് എടുത്ത് സംസാരിക്കുന്നത്. പിന്നെ എല്ലാ മെമ്പേഴ്സും ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം. ആ ഒരു ഡിസ്കഷന്റെ സമയത്ത് എല്ലാ മെമ്പേഴ്സും ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ മെമ്പേഴ്സ് മസ്റ്റ് ടേക്ക് ടേൺസ് ടു ടോക്ക്. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്, എല്ലാ മെമ്പേഴ്സും ടേൺ എടുത്ത് വേണം സംസാരിക്കാൻ, അല്ലാതെ ഒരാൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ടേൺ എടുത്ത് സംസാരിക്കണം. പിന്നെ ബാക്കി ഒരാൾ പറയുമ്പോൾ നമ്മൾ അത് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കാനും ഒരാൾ പറയുന്നതിന് മറുപടി കൊടുക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മൾ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ മാത്രമല്ല പറയേണ്ടത്, നമ്മളുടെ മൾട്ടിപ്പിൾ വ്യൂസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നോക്കണം. അപ്പം ഇത്രയാണ് ജനറൽ ആയിട്ട് ഒരു സക്സസ്ഫുൾ പാർട്ടിസിപ്പന്റ് ആകാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിസ്കഷൻ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു ടോപ്പിക്കേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ടോപ്പിക്കിനെ പറ്റി എല്ലാ മെമ്പേഴ്സും അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ മെമ്പേഴ്സ് ടേൺ എടുക്കണം, സംസാരിക്കാനായിട്ട് ടേൺ എടുക്കണം. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പറയുന്നതിന് റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു വ്യൂ മാത്രമല്ല, ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ മാത്രമല്ല എക്സ്പ്രസ് ചെയ്യേണ്ടത്, നമ്മുടെ പല വ്യൂസ് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ ഉള്ളത്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലെ ഒരു മെമ്പർ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ്, ആ ഗ്രൂപ്പ് ഡിസ്കഷന്റെ സക്സസിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആണ്. ഇക്വാലിറ്റി, ഫ്രീഡം ടു എക്സ്പ്രസ് ആൻഡ് റെസ്പെക്ട് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പേഴ്സ്. ഇതാണ് ആദ്യത്തെ റൂള്. അതായത് ആ പാർട്ടിസിപ്പൻസ്, ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ മെമ്പേഴ്സിനെ ഒപ്പീനിയനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പിന്നെ എല്ലാ മെമ്പേഴ്സിനും അവരുടെ ഒപ്പീനിയൻസ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ അവർ പേടിച്ചിരിക്കുകയോ ആങ്ഷ്യസ് ആവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ റൂള്.
പിന്നെ റീസണബിൾനെസ്, ഓർഡർലിനെസ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. എല്ലാ പാർട്ടിസിപ്പൻസും ഗ്രൂപ്പ് ഡിസ്കഷന് വരേണ്ടത് ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ആയിരിക്കണം. അല്ലാതെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് നോഷൻസ് ഒന്നും ആയിട്ട് വരരുത്. എല്ലാവരുടെയും ഒപ്പീനിയൻസ്, ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻസ് നമ്മൾ അംഗീകരിക്കാനും പിന്നെ നമ്മൾ എന്താണ് സംസാരിക്കുമ്പോൾ ടേൺസ് എടുക്കാനും ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാനും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞെന്ന് കരുതി അവരെ ഷൗട്ട് ഡൗൺ ചെയ്യാനോ അങ്ങനെയൊന്നും പോവരുത്. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് നമുക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ നമ്മളുടെ ഒപ്പീനിയൻസ് ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം, അല്ലാതെ വേഗമായിട്ടൊന്നും നമ്മൾ സ്റ്റേറ്റ് ചെയ്യരുത്. പിന്നെ പലപ്പോഴും ഈ ഗ്രൂപ്പ് ഡിസ്കഷന്റെ റൂൾസിന് ലംഘനങ്ങൾ ഉണ്ടാകാം. കോമൺ ആയിട്ട് റൂൾസ് ലംഘിക്കുന്ന, അതായത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, റൂൾസ് ലംഘനങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇന്ററപ്റ്റിംഗ് ദ സ്പീക്കർ ഓർ നോട്ട് അലൗവിംഗ് ദ സ്പീക്കർ ടു കംപ്ലീറ്റ് ഹിസ് ഓർ ഹെർ കോൺട്രിബ്യൂഷൻ. അതായത് ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കുക, അവരുടെ ഒരു ഒപ്പീനിയൻ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഷൗട്ടിംഗ് ഡൗൺ പീപ്പിൾ ഹൂസ് വ്യൂസ് വൺ ഡസ് നോട്ട് ലൈക്ക്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യൂ പറഞ്ഞെന്ന് കരുതി ഒരാളുടെ നേരെ ഷൗട്ട് ചെയ്യുക. റെഫ്യൂസിംഗ് ടു ലിസൺ ടു റീസൺ ആൻഡ് ഓർ എവിഡൻസ്. ഇപ്പം ഒരു കാൻഡിഡേറ്റ് ഒരു റീസൺ കാണിക്കുക അല്ലെങ്കിൽ ഒരു എവിഡൻസ് കാണിക്കുക അവരുടെ ഒരു ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്തിട്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഡോഗ്മാറ്റിക് ഇൻ വൺസ് ഓൺ ഒപ്പീനിയൻ ഈവൻ ഇൻ ദ ഫേസ് ഓഫ് എവിഡൻസ് ടു ദ കോൺട്രറി. ഇപ്പം നമ്മൾ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഉറച്ചങ്ങ് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങാതെ ഇങ്ങനെ നിൽക്കുക. ഇപ്പം വേറൊരാളെ നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് കാണിക്കാനായിട്ടൊരു എവിഡൻസ് കാണിച്ചെങ്കിലും നമ്മൾ അത് അംഗീകരിക്കാതിരിക്കുക. പിന്നെ എഗ്രിങ് ടു എ പോയിന്റ് വിത്തൗട്ട് ബിലീവിംഗ് ഇൻ ഇറ്റ് ഓർ അണ്ടർ ഡ്യൂറസ് ഓർ ത്രെഡ്. ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഒന്നും ചിന്തിക്കാതെ എഗ്രി ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഡിസ്കഷനിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്രീച്ചസ് ഓഫ് റൂൾ, അതായത് റൂൾസിന്റെ ലംഘനങ്ങളാണ്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന് സെലക്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പ്രോസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ജോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഡിബൈറ്റ്സിലെ പോലെ ടോപ്പിക് സെലക്ട് ചെയ്യത്തില്ല. അതായത് ഇപ്പം യെസ് ഓർ നോ അല്ലെ എയ്തർ ഓർ. അപ്പം നമ്മൾ ഡിബൈറ്റ്സിന് നമുക്കറിയാം ഓക്കെ ഇതിനോട് യോജിക്കുന്നുണ്ടോ, യോജിക്കുന്നവർ ഒരു ഗ്രൂപ്പ്, യോജിക്കാത്തവർ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെയാണല്ലോ ഡിബൈറ്റിന്റെ ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഗ്രൂപ്പ് ഡിസ്കഷന് നമ്മൾ അങ്ങനത്തെ ടോപ്പിക് അല്ല, ഒരു ക്വസ്റ്റ്യൻ പ്രോസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ഒരു ജോയിന്റ് ആയിട്ട് ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷന് സെലക്ട് ചെയ്യുന്നത്. അതിനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറന്റ് അഫയേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം എന്നുള്ളതൊക്കെ. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇപ്പൊ നമുക്ക് ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് മൂവീസ് വയലൻസും സോഷ്യൽ ഇവൽസും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ സോഷ്യൽ സ്കിൽസിനെ എല്ലാം കളയുന്നു എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്. ഇതെന്ന് പറഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് നമ്മുടെ പല രീതിയിലുള്ള ഒപ്പീനിയൻസ് നമുക്ക് ഇതിനൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സ് ആയിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ എടുക്കുന്നത്. നമ്മളിപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇൻ ജനറലും ഇന്റർവ്യൂസും തമ്മിലുള്ള ഫങ്ഷണൽ ഡിഫറൻസസ് കണ്ടു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ എസെൻഷ്യൽസ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ സക്സസ്ഫുൾ പാർട്ടിസിപ്പന്റ് ആവാനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ്, പിന്നെ റൂൾസ്, പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കണ്ടുവരുന്ന ബ്രീച്ച് ഓഫ് റൂൾസ്, അതായത് റൂൾസിന്റെ ലംഘനങ്ങൾ ഏതൊക്കെയാണെന്നും, പിന്നെ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത് എന്താണ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്, എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും ഇന്റർവ്യൂസിലാണ് എടുക്കുന്നത്. അതേ സമയത്ത് ക്ലാസ് റൂമിലാണെങ്കിൽ എന്താണ് ക്ലാസ് റൂം റിലേറ്റഡ് ടോപ്പിക് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യനും പിന്നെ ജോയിന്റ് ആയിട്ട് ഐഡിയാസ് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ആയിരിക്കും എടുക്കുന്നത്. അല്ലാതെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എയ്തർ ഓർ ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനത്തെ ഒന്നും ഒരു ടോപ്പിക് ഒരിക്കലും സെലക്ട് ചെയ്യരുത്. പിന്നെ വാട്ട് ടു സേ ആൻഡ് ഹൗ ടു സേ ഇറ്റ്. ഓക്കെ, എന്ത് പറയണം, എങ്ങനെ പറയണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ. അപ്പൊ നമുക്കറിയാം ഗ്രൂപ്പ് ഡിസ്കഷനിൽ മിക്കപ്പോഴും തന്നെ ഫോർമൽ കോണ്ടെക്സ്റ്റിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പൊളൈറ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ. നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഒപ്പീനിയൻസ് ഇപ്പൊ ആരെങ്കിലും പറയുന്ന ഒരു ഒപ്പീനിയൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം നമ്മൾ കുറച്ച് പൊളൈറ്റ് ആക്കി വേണം സംസാരിക്കാൻ. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഫ്രേസസ് ഒക്കെ വെച്ച് സംസാരിക്കാൻ എന്നാണ് പറയുന്നത്.
ചെയ്യുന്നത്. അതിന് ചെറിയ എക്സാമ്പിൾസ് മാത്രമേ, ആ ഫ്രേസസിന്റെ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾസ് മാത്രമേ എടുത്ത് തന്നിട്ടുള്ളൂ. ടു ബിഗിൻ വിത്ത് ഐ വുഡ് സേ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വേണേ ഒരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങാം. അല്ലെ, the first thing that comes to my mind when I think of, we may think that it's government's responsibility to deal with corruption, but അതായത് നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറഞ്ഞു തുടങ്ങാം എന്നുള്ളതിന് എക്സാമ്പിൾസ് ആണിത്. പിന്നെ നമ്മുടെ സ്റ്റൈൽ ഓഫ് സ്പീക്കിങ്ങിനെ സ്യൂട്ട് ചെയ്യുന്ന എന്ത് ഇത് വെച്ച് വേണേലും നമുക്ക് തുടങ്ങാം. പിന്നെ മാത്രമല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസും കോൺവെർസേഷൻസും ഒക്കെ നമ്മുടെ സംസാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എന്താണ്, അവർക്ക് മനസ്സിലാകും, ഓക്കെ, എല്ലാവരുടെയും വ്യൂസ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടത്, യു നീഡ് ടു കൺസിഡർ ദ 5 വാട്ട്സ് ഗിവൺ ബിലോ. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചിന്തിക്കേണ്ട 5 വാട്ട്സ് ആണ്. അതായത് എന്തൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കുറെ 5 വാട്ട്സ് ആണ് ഇത്. നമ്മൾ എങ്ങനെ പറയണം, എന്ത് പറയണം എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 5 വാട്ട്സ് ആണ്. വാട്ട് ഈസ് നോട്ട് ടു സം ഓർ മോസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ചില പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിനും അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. വാട്ട് മേ ബി അൺഅക്സെപ്റ്റബിൾ ടു സം ഓർ മോസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ഓക്കെ, എന്ത് കാര്യങ്ങളായിരിക്കും ചില പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ മിക്ക പാർട്ടിസിപ്പൻസിനും അൺഅക്സെപ്റ്റബിൾ ആയിട്ട് അവർക്ക് തോന്നാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ വാട്ട് ലെവൽ ഓഫ് ഡീറ്റെയിൽ ഈസ് നീഡഡ്. എന്തോരം, ഇപ്പൊ നമ്മൾ ഒരു ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തോരം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. വാട്ട് ഡെപ്ത് ഐഡിയാസ് ഇസ് റിക്വയർഡ് ടു ഡീൽ വിത്ത് പോസിബിൾ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ ടോപ്പിക്. ഓക്കെ, ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യാൻ എന്തോരം രീതിയിലുള്ള ഐഡിയാസ് വേണം. വാട്ട് മസ്റ്റ് ബി സെഡ് അറ്റ് എ പോയിന്റ് ആൻഡ് വാട്ട് ഈസ് ടു ബി റീറ്റെയിൻ ഫോർ ദ അപ്രോപ്രിയേറ്റ് ടൈം. ഓക്കെ, ഓരോ പോയിന്റിൽ എന്താണോ പറയേണ്ടത്, പിന്നെ ആ ഒരു ഒപ്പീനിയൻ എത്ര നേരത്തേക്ക് നമ്മൾ റീറ്റെയിൻ ചെയ്ത് പോകണം, നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. അപ്പൊ ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരെ മീൻസ് അവരെ ഹേർട്ട് ചെയ്യാത്ത രീതി വേണം നമ്മൾ ചോദിക്കാനായിട്ട്. അതിന് നമുക്ക് എന്താണ്, നമുക്ക് ചില ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യാം. മീൻസ് ക്ലാരിഫിക്കേഷൻ ചോദിക്കാനും എന്താണ്, പൊളൈറ്റ് ആയിട്ട് മോഡൽ വേർബ്സ് ഒക്കെ യൂസ് ചെയ്ത് പൊളൈറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞു, നമുക്ക് അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പോയിന്റ് ആഡ് ചെയ്യണം എന്ന് വെച്ചു. അപ്പോഴും നമുക്ക് എന്താണ്, പൊളൈറ്റ് ആയിട്ട് ഓക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എനിക്ക് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംസാരിക്കാം. ഇവിടെ പിന്നെ ഡിസ്കഷന് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഫ്രേസസ് ആൻഡ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ആഡ് എ പോയിന്റ് ഹിയർ. ആസ് യു ഹാവ് റൈറ്റ് സെറ്റ്ലി, ഐ തിങ്ക് വി ഫോർഗോട്ട് ടു കൺസിഡർ ദ ഫാക്ട് ദാറ്റ്, pointing back to Nigel's point that examination should not be here memory test. ഓക്കെ, ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അഡീഷണൽ പോയിന്റ് മേക്ക് ചെയ്യാനായിട്ട്. അതായത് ആരെങ്കിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞപ്പം അതിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രേസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരാൾ പറഞ്ഞു നിർത്തി കഴിഞ്ഞിട്ട് അവര് പറയുന്നതിന്റെ കൂടെ ചേർക്കാനായിട്ട്, അത് അവർ പറഞ്ഞു നിർത്തി കഴിയുമ്പോൾ അവരെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് നമുക്ക് ഈ പോയിന്റ് യൂസ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ സ്പീക്കറുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫ്രേസ് യൂസ് ചെയ്യാം. പിന്നെ 3, 4 എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും ഒരു ടോപ്പിക്കിലേക്ക് ഒന്നുകൂടെ കൊണ്ടുപോകാനായിട്ട്, ഒരു ഒപ്പീനിയനിലേക്ക് ഒന്നുകൂടെ പോകാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രേസസ് യൂസ് ചെയ്യാം. 3, 4. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ഡിസ്കഷന് യൂസ് ചെയ്യാവുന്ന ചില ഫ്രേസസിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഇവിടെ വേറെ കുറച്ച് സജഷൻസും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊക്കെ ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഒപ്പീനിയൻ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ററപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഡിസ്കഷൻസ് മൂവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനായിട്ട്, അതായത് മീൻസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസസ്. പിന്നെ എഗ്രിമെന്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ഡിസഗ്രിമെന്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, പിന്നെ കോംപ്രിഹെൻഷൻ ഓർ റീഫോർമുലേറ്റിംഗ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഫ്രേസസ് യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ സജഷൻസ് കാണിക്കാനായിട്ട് ഒക്കെ യൂസ് ചെയ്യാവുന്ന ചില ഫ്രേസസ്. അപ്പം ഇതിലൊന്നുമില്ല ഹൗ ടു സേ ആൻഡ്
വാട്ട് സെയിൽ എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ട 5 വാട്ട്സ്, പിന്നെ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ബിഗിൻ ചെയ്യാം. അതിന് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളത് കാണാതെ പഠിച്ചു വെക്കണ്ട, നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലാണല്ലോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഇനി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. Positive interdependence is when a group either sings or swims together. പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആയിട്ട് പരസ്പരം തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും വരുന്നത് എങ്ങനെയാ? ഗ്രൂപ്പ് ഒന്നിച്ച് ഒന്നിച്ച് നീന്തി പോവുകയും ചെയ്യുമ്പോഴാണെന്ന്. അതായത് കോമൺ ആയിട്ട് കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് എന്ന് വരുന്നത്. ഇത് യൂഷ്വലി ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കോമൺ ടാസ്ക് ആയിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്, കോമൺ ഗോളിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത്, പിന്നെ കോമൺ റിസോഴ്സസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒന്നിച്ച് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു വൺനെസ് ഗ്രൂപ്പ് ഡിസ്കഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ആ ഗ്രൂപ്പ് ഡിസ്കഷനിലെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഒരു പോസിറ്റീവ് വേ ഓഫ് സ്പീക്കിംഗ് ആയി മാറും. അല്ലാതെ ആരെങ്കിലും ഇന്ററപ്റ്റ് ചെയ്താലും കുറച്ച് പൊളൈറ്റ് ആയിട്ടും, ഡിസഗ്രിമെന്റ്സ് ഒക്കെ ആണെങ്കിലും എന്താ നല്ല രീതിയിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാനും, മീൻസ് പോസിറ്റീവ് വേയിൽ സ്റ്റേറ്റ് ചെയ്യാനും, ആരെ ഹേർട്ട് ചെയ്യാതെ പോസിറ്റീവ് രീതിയിലൊക്കെ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നതാണ് ഡിസഗ്രിമെന്റ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ആൾക്കാർ എന്താ ഡയറക്റ്റ് ആയിട്ട് ഡിസഗ്രിമെന്റ് സ്റ്റേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസഗ്രിമെന്റ്സ് സ്റ്റേറ്റ് ചെയ്യാതെ കുറച്ചുകൂടെ ഒന്ന് അതിനൊന്ന് റീഫ്രെയിം ചെയ്തൊന്ന് സ്ട്രക്ചർ മാറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ഡിസഗ്രിമെന്റ്സ് സ്റ്റേറ്റ് ചെയ്യാം. അതിന് ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഡസന്റ് മേക്ക് സെൻസ് അറ്റ് ഓൾ. ഓക്കെ, പറഞ്ഞൊന്നും ശരിയല്ല, മീൻസ് ആ പറഞ്ഞൊന്നും മനസ്സിലാകുന്നേ ഇല്ല എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് എന്താ? ഐ ഡോണ്ട് തിങ്ക് ഐ എഗ്രി, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് വരും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ട്രൂവിന് പകരം ഐ ഡിസഗ്രി ബിക്കോസ്, നോ ഐ ഡോണ്ട് എഗ്രിക്ക് പകരം ഐ സീ ഇറ്റ് ഡിഫറെന്റ്ലി ബിക്കോസ് എന്ന്, അങ്ങനെ പല പല സ്റ്റേറ്റ്മെന്റ്സും ഫ്രേസസും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഡിസഗ്രിമെന്റ്സ് നമ്മളുടെ സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ആ ഒരു സെന്റൻസിനെ ഒന്നുകൂടെ റീഫ്രെയിം ചെയ്ത് കുറച്ച് പൊളൈറ്റ് ആക്കി വേണം ഗ്രൂപ്പ് ഡിസ്കഷനിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. പിന്നെ ഓവർകം ഡിഫറൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോഴത്തേക്ക് പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. ചിലർ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആയിരിക്കും, ചിലർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും. എക്സ്ട്രോവേർട്ടഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉള്ളവര് മനസ്സിലൊന്നും ചിന്തിക്കത്തില്ല. അവർക്ക് മീൻസ് അവരുടെ ഇന്റലിജൻസ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും എന്നാ പറയുന്നത്. അവർക്ക് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അവർ ഇപ്പം മിണ്ടാതിരിക്കാതെ കംപ്ലീറ്റ് ഇങ്ങനെ തുരുതുര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയത്ത് ഇൻട്രോവേർട്ടഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉള്ള ഒരാളിനെ സംബന്ധിച്ച് എങ്ങനെയാ? അവർക്ക് ചിന്തിക്കാൻ സമയം വേണം. അതായത് അവർക്ക് സൈലന്റ് ആയിട്ട് ഇരുന്ന് ചിന്തിക്കാൻ സമയം വേണം, എന്നിട്ട് അവർക്ക് ഒപ്പീനിയൻസ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലില് ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല ഡിഫറൻസസും വരാം. അപ്പൊ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ നോക്കണം. ജെൻഡർ ആൻഡ് കൾച്ചർ ഡിഫറൻസസ് യൂഷ്വലി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്ന പല മെമ്പേഴ്സും പല കൾച്ചറിൽ നിന്നും പല ജെൻഡറിൽ നിന്നുള്ളതായിരിക്കും. അപ്പൊ ഒരിക്കലും കൾച്ചറിനെയും ജെൻഡറിനെയും ഒന്നും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഇഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്. അതായത് നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ മാത്രമല്ല ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുന്നതും ഒരു ഗ്രൂപ്പിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാത്രമല്ല എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അതിനെപ്പറ്റി അനലൈസ് ചെയ്യാതെ അതിനെ എഗ്രി ചെയ്യുന്നതൊക്കെ എന്താണ് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രശ്നം. അതായത് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകുന്നതിന് ഒരു തടസ്സം കൊണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ എപ്പോഴും നിൽക്കേണ്ട ഒരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ റോഡ് അഡോപ്റ്റ് ചെയ്യണം. അതായത് മോണോപ്ലൈസ് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ പാസീവ് ആയിട്ട് ഇരിക്കുകയും ചെയ്യണം. അതായത് ആക്റ്റീവ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യണം, അതേ സമയത്ത് പാസീവ് ആവേണ്ട അടുത്ത് പാസീവ് ആവുകയും ചെയ്യണം. അല്ലാതെ ഫുൾ ടൈം കംപ്ലീറ്റ്ലി ഇങ്ങനെ ചെറപറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. പിന്നെ ഒരു കോൺവെർസേഷനിൽ നമ്മൾ എല്ലാവരുടെയും ഒപ്പീനിയൻസ് അനലൈസ് ചെയ്തിട്ട് അതിനെ എല്ലാം വെച്ചിട്ട് വേണം നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഇഫക്റ്റീവ് ഡിസ്കഷനിൽ കൂടെ നമുക്ക് ക്രിയേറ്റീവ്, ഹൈ എനർജി ആൻഡ് ഇഫക്റ്റീവ് ലേണിംഗ് ഒക്കർ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ടും ഹൈ എനർജി, ഒരു എഫക്റ്റീവ് ലേണിംഗ് പോസിബിൾ ആകും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഗ്രൂപ്പ്
മെമ്പേഴ്സിന് എല്ലാവർക്കും ഇഫക്റ്റീവ് ആയിട്ട് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്ന്, അതായത് ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ പോയിന്റ്സ് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഈ പോയിന്റ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും, ഓക്കെ നമുക്ക് നല്ല ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റും. ഇൻകോർപ്പറേറ്റഡ് പ്രയർ നോളജ് ഇൻ ടു ഡിസ്കഷൻ. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന നോളജ് ഡിസ്കഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയോ? Ask the questions in an open-minded way. Okay, open-minded ആയിട്ട് നമുക്ക് ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയോ? Build on the comments of other group members to enhance discussion. ഓക്കെ, വേറൊരാൾ പറഞ്ഞ ഒരു ഒപ്പീനിയനെ ബിൽഡ് ചെയ്തുകൊണ്ട് പോയി നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ? പിന്നെ വോളണ്ടിയർഡ് ഐഡിയാസ് ഇൻ എ കൺസ്ട്രക്റ്റീവ് മാനർ. പിന്നെ നമ്മുടെ തന്നെ ഐഡിയാസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയോ? പിന്നെ ഗ്രൂപ്പിന്റെ പ്രോഗ്രസ് നമുക്ക് സമറൈസ് ചെയ്യാൻ പറ്റിയോ? അതുപോലെ തന്നെ ഗ്രൂപ്പ് ആൻസറിലുള്ള മിസ്സിംഗ് ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ, നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര എസെൻഷ്യൽ ആണ്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിസഗ്രിമെന്റ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഡിസഗ്രിമെന്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസഗ്രിമെന്റ് സ്റ്റേറ്റ് ചെയ്യാതെ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് കുറച്ച് പൊളൈറ്റ് ആയിട്ട് ഡിസഗ്രിമെന്റ് സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. പിന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് പല ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുള്ള ആൾക്കാരായിരിക്കും ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നോക്കണം. ജെൻഡർ ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ് ഓവർകം ചെയ്യാൻ നോക്കണം. പിന്നെ ഇഫക്റ്റീവ് ഇൻവോൾവ്മെന്റ്, നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് ഇൻവോൾവ് ചെയ്യണം. ഹെൽത്തി ഗ്രൂപ്പ് ഡിസ്കഷനെ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യണം. ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മളെ തന്നെ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ പോയിന്റ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് മെയിൻറ്റെയിനിങ് റോൾസ് ഇൻ എ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ പല ടൈപ്പ് ഓഫ് റോൾസ് ഉണ്ട്. ഇത് നമ്മൾ ഡിഫറൻസ് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു പല റോൾസ്. അതായത് ജനറൽ ഇന്റർവ്യൂ GDSില് ഗ്രൂപ്പിലെ ഓരോ റോൾസും നേരത്തെ ഡിറ്റർമൈൻ ചെയ്യും, അല്ലാതെ ആ ഒരു മൊമെന്റിലല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെ പല റോൾസും നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ടീം ക്യാപ്റ്റന്റെ റോളാണ്. ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ, അതായത് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെ ഫോക്കസ്ഡ് ആക്കി വെക്കുന്നത് ടീം ക്യാപ്റ്റൻ ആണ്. അതുപോലെ തന്നെ ടീം ക്യാപ്റ്റൻ ആയിരിക്കും ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ടൈം മാനേജ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്ത് അത് സോൾവ് ആക്കുന്നതും ഒക്കെ ടീം ക്യാപ്റ്റൻ ആയിരിക്കും. പിന്നെ റെക്കോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും നോട്ട് ഡൗൺ ചെയ്യുകയും അത് പിന്നീട് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്യുന്നതാണ് റെക്കോർഡർ ചെയ്യുന്നത്. പിന്നെ എൻകറേജർ എന്ന് പറയുന്ന ആള് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കും. പിന്നെ എൻകറേജർ ആയിരിക്കും എല്ലാ ആൾക്കാരും ഓരോരുത്തർ പറയുന്നത് ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് എൻകറേജർ ആയിരിക്കും. പിന്നെ റിഫ്ലക്ടർ, ഗ്രൂപ്പ് പ്രോസസ്സിന്റെയും ഡൈനാമിക്സിനെ ട്രാക്ക് ചെയ്യുന്നത് റിഫ്ലക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ഫോക്കസ് കറക്റ്റ് സ്ഥലത്താണോ, ഇവരുടെ ലിസണിങ് സ്കില്ല്, പിന്നെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, മൊത്തത്തിൽ ആ ഗ്രൂപ്പ് ഡിസ്കഷനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് റിഫ്ലക്ടർ ആയിരിക്കും. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇപ്പൊ ഒരു റോള് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വേറൊരു റോളിലേക്ക് സ്വിച്ച് ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്റർവ്യൂവിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റിന്റെ എബിലിറ്റി അനുസരിച്ച് ഇങ്ങനെ റോൾസ് വന്നോണ്ടിരിക്കും. അപ്പൊ ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു റോള് മാത്രമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് എല്ലാ റോളും ചെയ്യാറൊക്കെ ഉണ്ട്. ഇന്റർവ്യൂസിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിലാണ് ഇങ്ങനെ. പിന്നെ ടീം ക്യാപ്റ്റന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് റോളും. പിന്നെ റെക്കോർഡറും എൻകറേജറും എന്താ ചെയ്യുന്നത്, GD കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും റിഫ്ലക്ടർ സ്റ്റിയേഴ്സ് ദ പ്രോസസ്, അതായത് റിഫ്ലക്ടർ ആണ് ആ ഒരു GD കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് റിഫ്ലക്ടർ ആണ്. പിന്നെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഇവാലുവേഷൻ നടത്തുന്നത് റിഫ്ലക്ടർ ആണ്. ഈ ഒരു റോൾസ്, അതായത് ഈ ഡിഫറെന്റ് റോൾസ് ടീം ക്യാപ്റ്റൻ, റെക്കോർഡർ, എൻകറേജർ, റിഫ്ലക്ടർ എന്നുള്ള ഈ റോൾസ് എല്ലാം GDയിലുള്ള ഇമ്പോർട്ടന്റ് റോൾസ് ആണ്. പിന്നെ ഈ റോൾസ് വഴി എന്താണ് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് ഗ്രൂപ്പ് പ്രോസസ്സിംഗ് ആൻഡ് അസസ്മെന്റ്.
അപ്പം ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് പ്രോസസ്സിങ്ങും ഗ്രൂപ്പ് അസസ്മെന്റും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനെ നമുക്ക് അസസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനായിട്ടും നമ്മൾ എന്താണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്യണം. അതായത് ഓരോ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവരുടെ വേ ഓഫ് സ്പീക്കിംഗ് എന്തായിരുന്നു, ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, ഇത് വെച്ചിട്ട് ഓരോരുത്തരെയും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഓവറോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസീവ് ആയിരുന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അസസ് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുമ്പോഴെന്താണ് ഒബ്സർവറിന്റെ റോൾ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒബ്സർവറിന്റെ റോൾ എന്തായിരുന്നെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കും. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മെമ്പേഴ്സ് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ തരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സിനെ വീക്ക് പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ പിന്നെ വളർത്തിയെടുക്കാനും ഒക്കെ പറ്റും. അതായത് സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സിനെ വളർത്തിയെടുക്കാനും വീക്ക് പോയിന്റ്സിനെ ഓവർകം ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. പിന്നെ പിന്നെ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കാം. അതായത് നമുക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടതെന്ന് ഗ്രൂപ്പ് ആയിട്ട് ചിന്തിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താനും ഒക്കെ നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ പറ്റും. അപ്പൊ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ മെമ്പേഴ്സിനെയും വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യണം. ഓരോ മെമ്പേഴ്സിനെയും കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, വേ ഓഫ് സ്പീക്കിംഗ് എന്തായിരുന്നു, ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഓവറോൾ അസസ്മെന്റ് പോസിബിൾ ആകും. ഇനി വരുന്നത് 3.3 മീറ്റിംഗ്സ്. A meeting forms a part of the various activities of an organization and serves to bring together the members of the organization to fulfill one or more objectives. അപ്പം ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ വേരിയസ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിരിക്കും. ഈ ഒരു മീറ്റിംഗിൽ കൂടെ എന്താണ് ആ ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനെ ഒന്നിച്ചു കൊണ്ടുവരാനും ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനും ഒക്കെ പറ്റും മീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മീറ്റിംഗ്സ് എപ്പോഴൊക്കെയാണ് യൂസ്ഫുൾ എന്ന് ഇവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി ഡിസൈഡ് ചെയ്യണം മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ, അതായത് എല്ലാ മെമ്പേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടാം. പിന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിലും ആ ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിന്റെയും പാർട്ടിസിപ്പേഷൻ നിർബന്ധമാണല്ലോ. പിന്നെ എക്സ്പ്ലെയിനിങ് പ്രീവിയസ് മാറ്റേഴ്സ് ബിക്കംസ് ഇമ്പോർട്ടന്റ് ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. അതായത് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് പ്രീവിയസ് മാറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീൻസ് അവസ്ഥ വരുമ്പോഴും മീറ്റിംഗ്സ് നടത്താം. പിന്നെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്, അല്ലെ ഒരു വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റിംഗ് കൂടാം. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമായിരിക്കും. ഇപ്പം ചിലപ്പം വർഷത്തിലുള്ള ഫുൾ കണക്കായിരിക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പുതിയ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നതിനായിരിക്കാം. അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മീറ്റിംഗ് നടത്താം. അതുപോലെ തന്നെ ന്യൂ ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനും നമുക്ക് മീറ്റിംഗ് നടത്താം. പിന്നെ ഈ മീറ്റിംഗും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം എന്താണ് ശരിക്കും നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ വ്യൂസ്, ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള നമ്മുടെ ഐഡിയാസും വ്യൂസും അതുപോലെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും ഐഡിയാസും ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ളതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കൺട്രോൾഡ് സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത്. അതായത് മീറ്റിംഗിന് കുറച്ചുകൂടെ കൺട്രോൾഡ് സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത്. അപ്പം ഒരു മീറ്റിംഗിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് വേണ്ട കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീറ്റിംഗിൽ ഒരു ചെയർപേഴ്സൺ കാണും. ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ ചെയർപേഴ്സൺ ഒന്നുമില്ല. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിലെ ഓരോ റോളും ഓരോ ഡിസ്കഷനും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ മീറ്റിംഗിൽ ഇപ്പൊ ഒരു മെമ്പറിനെ തീരുമാനിച്ചാൽ ആ ഒരു കുറച്ച് നാളത്തേക്ക് ആ ചെയർപേഴ്സൺ ആ ആള് തന്നെ ആയിരിക്കുമല്ലോ. മീറ്റിംഗും ഗ്രൂപ്പ് ഡിസ്കഷനും തമ്മിലുള്ള ഡിഫറൻസ് അത്. അപ്പൊ ഒരു ചെയർപേഴ്സൺ കാണണം, പിന്നെ ഒരു അജണ്ട കാണണം, പിന്നെ ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ട് ഒരു പ്രോസസ്സ് കാണണം, പിന്നെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നിച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡിസ്കഷൻ കാണണം, പിന്നെ ഒരു പ്രൊഡക്റ്റീവ് ഫിസിക്കൽ സെറ്റപ്പ്. ഇത്രയാണ് വേണ്ടത്. ഈ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ആ ഒരു മീറ്റിംഗ്സിൽ നമ്മൾ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് അജണ്ട. ഈ ഒരു അജണ്ടയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു മീറ്റിംഗിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആയിട്ട് എടുക്കണം എന്നൊക്കെ
അവര് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ എന്തെങ്കിലും എല്ലാവരുടെയും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണെങ്കിൽ ഓക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് വെക്കാം എന്നൊക്കെ ആ മെമ്പേഴ്സ് തീരുമാനിച്ചാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കുന്നത്. പിന്നെ എന്താണ് ഈ അജണ്ട മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും ആ മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട് വരുന്നത്. പിന്നെ ഈ അജണ്ട എന്ന് പറയുന്നത് ഒരാളായിരിക്കും എപ്പോഴും റെഡിയാക്കി വെക്കുന്നത്. അത് ചെയർപേഴ്സൺ അല്ലെങ്കിൽ കൺവീനർ ആയിരിക്കും. പിന്നെ ഒരു മീറ്റിംഗിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയല്ല, ചെയർപേഴ്സൺ ആണ് ഫസ്റ്റ് ഇഷ്യൂവിനെ പറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ചെയർപേഴ്സൺ ആയിരിക്കും ഫസ്റ്റ് സംസാരിക്കുന്നത്. പിന്നെ ആ ഒരു മീറ്റിംഗ് കൺട്രോളിൽ കൊണ്ടുപോകേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ചെയർപേഴ്സൺ ആണ്. പിന്നെ അജണ്ടനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആ മീറ്റിംഗ് നടക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് ആണ്? ചെയർപേഴ്സൺ ആണ്. പിന്നെ മീറ്റിംഗ്സിൽ നേരത്തെ നടത്തിയ മീറ്റിംഗിന്റെ ഒരു അവലോകനം ഒക്കെ നടത്താറുണ്ട്. അതായത് പ്രീവിയസ് മീറ്റിംഗ്സിൽ എടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം മിനിറ്റ്സ് എന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ കുറച്ചുകൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കണം, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വോട്ടിംഗ് ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇതിനോട് യോജിക്കുന്ന ആരൊക്കെയാണെന്നുള്ളവർ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് രേഖപ്പെടുത്താൻ കൈവക്കോ വല്ലതും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണം എടുത്തൊക്കെ നമുക്ക് ഓരോ ഇഷ്യൂവിന് തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് എന്താണ്, മീറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷനിലെ വേരിയസ് ആക്ടിവിറ്റീസിന്റെ പാർട്ടാണ്. പിന്നെ ഓരോ ഓർഗനൈസേഷനിലെ പല മെമ്പേഴ്സിനെയും ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ടായിരിക്കും മീറ്റിംഗ് കൊണ്ടുവരുന്നത്. പിന്നെ മീറ്റിംഗ് എന്ന് പറയുന്നത് പല കാര്യത്തിനും യൂസ്ഫുൾ ആണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, മീറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ്, കുറച്ചുകൂടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ മീറ്റിംഗിൽ എപ്പോഴും അജണ്ട കാണും. അജണ്ടനെ റിലേറ്റ് ചെയ്തിട്ട് ആൾക്കാർ പ്രിപ്പയർ ആയിട്ടായിരിക്കും മീറ്റിങ്ങിന് വരുന്നത്. പിന്നെ ചെയർപേഴ്സൺ ആയിരിക്കും ആദ്യമേ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്. പിന്നെ ചെയർപേഴ്സൺ ആയിരിക്കും ആ മീറ്റിംഗ് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ വോട്ടിംഗ് ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും മീറ്റിംഗിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അജണ്ട ഓഫ് എ മീറ്റിംഗ്. അപ്പൊ ഒരു മീറ്റിംഗിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് അജണ്ട എന്ന് പറയുന്നത്. ആ ഒരു മീറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നെസസറി ഡീറ്റെയിൽസും എന്താണ്, ഈ അജണ്ടയാണ് തരുന്നത്. അതായത് മീറ്റിംഗ് എവിടെ വെച്ചാണ് നടക്കുന്നത്, മീറ്റിംഗ് നടത്തുന്ന പ്ലേസ് എവിടാണ്, പിന്നെ ഈ മീറ്റിംഗ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ പേര്, പിന്നെ മീറ്റിംഗ് തുടങ്ങുന്ന സമയം, തീരുന്ന സമയം, എന്തൊക്കെ ഇഷ്യൂസ് ആണോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ അറ്റൻഡീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആ മീറ്റിങ്ങിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന്, അതായത് ഇപ്പൊ ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മീറ്റിംഗിന്റെ അജണ്ടയിലുണ്ട്. പിന്നെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ എഫക്റ്റീവ് ആകത്തില്ല. അതുപോലെ തന്നെയാണ് അജണ്ട ലാർജ് ആണെങ്കിലും നമുക്ക് ഒരു മീറ്റിംഗ് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഹിഡൻ അജണ്ട, പിന്നെന്താണ്, ഒരു മീറ്റിംഗിന്റെ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ക്ലാഷ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോൺഫ്ലിക്ട്സ്, പിന്നെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് ഹിഡൻ അജണ്ട വരുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, മീറ്റിംഗിന് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയി മാറും എന്നാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം ചെയർപേഴ്സന്റെ കയ്യിലാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്താലും അതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ടത് ആരാണ്? ചെയർപേഴ്സൺ ആണ്. പിന്നെ ഈ അജണ്ടയിൽ ഒരു മീറ്റിംഗിന്റെ യൂസ്ഫുൾനെസ് എപ്പോഴും കൺസിഡർ ചെയ്തായിരിക്കണം അജണ്ട തയ്യാറാക്കാൻ. അതുകൊണ്ട് തന്നെ അജണ്ട ഫോർമുലേറ്റ് ചെയ്യുമ്പം അത് കുറച്ച് എയിംസ് മനസ്സിൽ വെക്കണം. അതായത് അജണ്ട റെഡി ആക്കുമ്പോഴത്തേക്ക് കുറച്ച് എയിംസ് മനസ്സിൽ വെച്ച് വേണം റെഡിയാക്കാൻ. അതായത് ഗിവിംഗ് ഡെപ്ത് ടു ഡിസിഷൻസ്, അതായത് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ അജണ്ടയിൽ കൊടുക്കണം. പിന്നെ മിസ്റ്റേക്സ് പ്രിവെന്റ് ചെയ്യണം. പിന്നെ ഡൈവേഴ്സ് തിങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിന് എല്ലാ അറ്റൻഡീസിനെയും എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഈ അജണ്ട എന്ന് പറയുന്നത് യൂഷ്വലി സെക്രട്ടറി ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്, എന്നിട്ട് ചെയർപേഴ്സൺ അത് അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രിപ്പയറിംഗ് ഫോർ എ മീറ്റിംഗ്.
റിമെമ്പർ ദ ഫോളോയിങ് തിങ്സ് ഹാവ് ടു ബി ഡൺ ബിഫോർ യു അറ്റൻഡ് എ മീറ്റിംഗ്. ഓക്കെ, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് നമ്മൾ നോട്ടീസ് കെയർഫുൾ ആയിട്ട് വായിക്കണം. എന്നിട്ട് ആ മീറ്റിംഗിന്റെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രിപ്പറേഷൻ വേണമെങ്കിൽ അത് ഒക്കെ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പൊ നമ്മൾ ആ മീറ്റിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കണം. പിന്നെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെ ഇൻഫർമേഷൻ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അല്ലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവോ അതിനൊക്കെ ആൻസേഴ്സ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ അവിടെ ചെന്ന് കവർ ചെയ്യണം എന്നുള്ളത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് ചോദിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇതൊക്കെ ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ റീഡിംഗ് റോൾ ഓഫ് പാർട്ടിസിപ്പൻസ്. ഒരു മീറ്റിംഗ് മീനിങ് ഫുള്ളും റിസോഴ്സ്ഫുള്ളും ആക്കുന്നത് എന്താണ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിന്റെ പ്രവർത്തനം അനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെ അവര് നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്താണ്, അപ്പൊ ഒരു മീറ്റിംഗ് എന്തെങ്കിലും ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഡിസൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവര് ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതായത് ഒരു മീറ്റിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പൻസ് മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ. എക്സിക്യൂട്ടീവ് വൈൽ അറ്റൻഡിങ് മീറ്റിംഗ്സ്, അതായത് നമ്മൾ ഒരു മീറ്റിംഗ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില മാനേഴ്സ്. നമ്മൾ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് ലേറ്റ് ആയിട്ട് ചെല്ലരുത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ആ മീറ്റിങ്ങിന്റെ ചെയർമാൻ അതിനു മുമ്പ് എന്തൊക്കെയാണോ നടന്നതെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ബ്രീഫ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല അത് മീറ്റിങ്ങിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ആ ഡിസ്കഷൻസിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ അത് കളയും. അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ചെയർപേഴ്സന്റെ അടുത്തും അല്ലെ അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ ഒരു ഡിസ്റെസ്പെക്ട് കാണിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മീറ്റിംഗ്സിന് പങ്ക്ച്വൽ ആയിരിക്കണം. ഇൻ കേസ് നമ്മൾ താമസിച്ചേ വരത്തുള്ളെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ ഒരു മീറ്റിംഗിന്റെ പങ്ക്ച്വാലിറ്റി അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് നല്ല രീതിയിൽ നമുക്ക് ആ മീറ്റിംഗ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ഇടയ്ക്ക് ഒരാൾ താമസിച്ച് വന്നു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ ആ മീറ്റിംഗിന്റെ കാര്യങ്ങളെല്ലാം ആളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് കുറെ സമയം പോകും. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ആ ഫ്ലോ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും പങ്ക്ച്വൽ ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ പ്രിപ്പയർ വെൽ ഫോർ ദ മീറ്റിംഗ്. നമ്മൾ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിനുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു മീറ്റിംഗിന് പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മളിപ്പം കുറച്ച് പോയിന്റ്സ് പഠിച്ചില്ല, അത് വെച്ച് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് പോകണം. പിന്നെ ബി എ ഗുഡ് ലിസണർ. നമ്മൾ ഓരോ പാർട്ടിസിപ്പൻസ് പറയുന്ന ഓരോ ഒപ്പീനിയൻസും ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതിനെ റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അല്ലാതെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കാതെ ഭയങ്കര അലസമായിട്ടൊന്നും ഒരിക്കലും ഒരു മീറ്റിങ്ങിന് ഇരിക്കരുത്. പിന്നെ ഡോണ്ട് ഇന്ററപ്റ്റ്. പിന്നെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. അവർ പറയുന്ന ഒപ്പീനിയൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരെ സമ്മതിക്കണം. പിന്നെ അജണ്ട ഫോളോ ചെയ്യണം. അജണ്ട നോക്കി എന്താണെന്ന് ആ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി നേരത്തെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ നോക്കണം. പിന്നെ ബി ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ്. പിന്നെ ഒരു മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് എന്താ നമ്മൾ മീനിങ് ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഒരിക്കലും ചുമ്മാ പാസീവ് ആയിട്ട് പോയിരിക്കാനായിട്ട് പോകരുത്. നമ്മൾ ഇഫക്റ്റീവ് കോൺട്രിബ്യൂട്ടർ ആയിരിക്കണം അവിടെ ചെന്നിട്ട്. പിന്നെ ഡോണ്ട് മോണോപ്പൊളൈസ് ദ മീറ്റിംഗ്. ആ മീറ്റിംഗ് എന്റെ മാത്രമാണ്, ഞാൻ മാത്രം ഫുൾ ഒപ്പീനിയൻസ് പറഞ്ഞ് അങ്ങനെ ഒരിക്കലും ഇരിക്കരുത്. എല്ലാ മെമ്പേഴ്സ് പറയുന്നത് അപ്രിഷിയേറ്റ് ചെയ്യാനും ലിസൺ ചെയ്യാനും ആയിട്ടൊക്കെ നമ്മൾ ശ്രമിക്കണം. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് പറയണം, അല്ലാതെ നമ്മൾ മാത്രം ഒപ്പീനിയൻസ് പറയുന്ന ഒരു രീതി അത് ശരിയല്ല. പിന്നെ റിസോൾവ് കോൺഫ്ലിക്ട്സ്. ഇപ്പൊ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ റിസോൾവ് ചെയ്യാൻ നോക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും മീഡിയേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. പിന്നെ പേ അറ്റൻഷൻ ടു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷന് മാത്രമല്ല, ഓരോരുത്തർ ഒപ്പീനിയൻസ് പറയുമ്പോൾ എന്താണ് അവരുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കണം, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ മെയിൻറ്റെയിനിങ് മീറ്റിംഗ് ഡെക്കോറം. അതായത് മീറ്റിങ്ങിന് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. ഫോൺ സൈലന്റിൽ വെക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ ഓർഡറും, അതായത് ആ മീറ്റിങ്ങിന്റെ ആ ഓർഡറും ഡിസിപ്ലിനും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ എല്ലാ മീറ്റിംഗ്സും കഴിയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ആ ഒരു മീറ്റിംഗ്സിന്റെ സമ്മറി കൂടണം. അതായത് സമ്മറി മീൻസ് എപ്പോഴും അനലൈസ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ അജണ്ടയിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തോ, നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തോ എന്നൊക്കെ ഉള്ളതും പിന്നെ കൺക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതായത്
ബ്രീഫ് മെമ്മോറാണ്ടം ഓഫ് കൺക്ലൂഷൻ ഷുഡ് ബി റിട്ടൺ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് നമ്മൾ ആ മീറ്റിംഗിൽ എന്തെല്ലാം ഒപ്പീനിയൻസ് എടുത്തു എന്നുള്ളതൊക്കെ കൺക്ലൂഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. പിന്നെ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാത്തവർക്കും ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. പിന്നെ എല്ലാ മീറ്റിംഗ്സും എന്താണ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് വ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താ ഫ്യൂച്ചർ മീറ്റിംഗ്സ് ഡിസൈഡ് ചെയ്യുന്നത്, മീൻസ് മീറ്റിംഗ്സ് കൂടുന്നതിനെ പറ്റിയൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെ ആക്ഷൻ ആണ് ഫ്യൂച്ചർ മീറ്റിംഗ്സിൽ അവർ ഡിസ്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ ഒരു ഡെക്കോറം കീപ്പ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഒരു പാർട്ടിസിപ്പന്റിന്റെ റോള്, പാർട്ടിസിപ്പന്റ് ചിന്തിക്കേണ്ട, മീൻസ് പാർട്ടിസിപ്പന്റിന്റെ ഭാഗത്തു നിന്ന് വരേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തത് കുറച്ച് ഫ്രേസസും സ്റ്റേറ്റ്മെന്റ്സും തന്നിട്ടുണ്ട്. അതായത് ഒരു ഡിസ്കഷൻ, ഒരു മീറ്റിംഗിലെ ഒരു ഡിസ്കഷനിൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മീറ്റിംഗ് ഫ്രേസസും സ്റ്റേറ്റ്മെന്റ്സും ആണ്. അതായത് ആൾക്കാരെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് പൊളൈറ്റ് ആയിട്ട് എങ്ങനെ നമ്മുടെ ഓരോ ഒപ്പീനിയൻസ് ഇത് ചെയ്യാം, സ്റ്റേറ്റ് ചെയ്യാന്നുള്ളതിന് ഇതാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ഇതാണ് ഡിസഗ്രിമെന്റ് മീൻസ് കാണിക്കാനായിട്ടുള്ള ഫ്രേസസ്, പിന്നെ ക്ലാരിഫിക്കേഷൻ കാണിക്കാനുള്ളത്, ഇന്ററപ്ഷൻസ്, പിന്നെ മീൻസ് റെഫറിങ് ടു അതർ സ്പീക്കേഴ്സ്, ഡിപ്ലോമാറ്റിക് ഫ്രേസസ്, പിന്നെ ഫ്രേസസ് ഫോർ മേക്കിംഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു സജഷൻസ്. ഇത്രയും കാര്യങ്ങൾക്കുള്ള ഫ്രേസസും സ്റ്റേറ്റ്മെന്റ്സും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയെ. പിന്നെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എ മീറ്റിംഗ് ക്യാൻ ബി സമ്മറൈസ്ഡ് ബൈ ദ അക്രോണിം DESC. അപ്പം ഒരു മീറ്റിംഗിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനെ നമുക്ക് DESC എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. D എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് സിറ്റുവേഷൻ, അതായത് ആ മീറ്റിംഗിന്റെ അജണ്ട എന്താണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചെടുക്കുക. പിന്നെ എക്സ്പ്രസ് ഫീലിംഗ്സ് ഓർ ഒപ്പീനിയൻസ്, നമ്മുടെ ഒപ്പീനിയൻസും വ്യൂസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. സജസ്റ്റ് സൊല്യൂഷൻസ്, നമ്മുടെ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക. പിന്നെ കൺക്ലൂഡ് വിത്ത് എ ഡിസിഷൻ, പിന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഇത്രയാണ് ഒരു മീറ്റിംഗിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് കണ്ടു. ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോമൺ ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് സംസാരിക്കുന്നതിനെയാണ്, ഒരു ഓർഗനൈസ്ഡ് മാനറിൽ സംസാരിക്കുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്റർവ്യൂസിലുള്ള GDയും ജനറലിലുള്ള GDയും തമ്മിലുള്ള ഫങ്ഷണൽ ഡിഫറൻസസ് കണ്ടു. പിന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ചില റൂൾസ് ഉണ്ട്, മീൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻ സക്സസ്ഫുൾ ആകാനായിട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ ഓരോ സക്സസ്ഫുൾ പാർട്ടിസിപ്പന്റ് ആകാൻ വേണ്ടി ഓരോ മെമ്പർ റിമെമ്പർ ചെയ്യേണ്ട ചില ജനറൽ പോയിന്റ്സ് കണ്ടു. പിന്നെ എങ്ങനെ പറയണം, എന്ത് പറയണം, പിന്നെ 5 വാട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ് പറയുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ കണ്ടു. പിന്നെ കുറച്ച് ഫ്രേസസ് ഒക്കെ കണ്ടു, നമ്മുടെ ഓരോ ഒപ്പീനിയൻസ് സ്റ്റേറ്റ് ചെയ്യാനായിട്ട്, പൊളൈറ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഫ്രേസസും സ്റ്റേറ്റ്മെന്റ്സും കണ്ടു. പിന്നെ നമ്മൾ മീറ്റിംഗ് എന്താന്ന് കണ്ടു. മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് എപ്പോഴും ചെയർപേഴ്സൺ കാണും, പിന്നെ അജണ്ട കാണും. അപ്പം നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോഴും എപ്പോഴും എന്താണ് പ്രിപ്പയർഡ് ആയിട്ട് പോകണം. പിന്നെ നമ്മൾ മീറ്റിങ്ങിൽ ഒരു നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ഫോളോ ചെയ്യേണ്ട, അതായത് ഒരു പാർട്ടിസിപ്പന്റ് എന്ന നിലയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കണ്ടു. ഇത്രയേ ഉള്ളൂ. ഈ യൂണിറ്റ് നന്നായിട്ട് വായിക്കുക. ഇതും സിമ്പിൾ ഇതാണ്. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്ന ആക്ടിവിറ്റീസ്, അതായത് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.